രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഐക്യത്തിന്റെ പ്രതീകമാണ്. ലോകത്തെല്ലാ മുസ്ലിങ്ങളും എവിടെയായാലും അവർ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന അവരുടെ കിബില, അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമാണ്, കഅബയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് കഅബ, യൂണിറ്റിയുടെ പ്രതീകമാണ് കഅബ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അവിടെ എത്തുന്ന എല്ലാ മനുഷ്യരും ചൊല്ലുന്നത് ഒരേ വാക്യമാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഈ വാക്യം ചൊല്ലാതെ ഒരാളും അങ്ങോട്ട് വരുന്നില്ല. എല്ലാവരും അവിടെ എത്തുന്നത് ഈ വാചകം ഉരുവിട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എന്ന വീക്ഷണത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഗേഹമാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. ഇതൊരു ഉമ്മയാണ്, ഒരു മുസ്ലിം സമൂഹമാണ്, ഒരാദർശവും ലക്ഷ്യമുള്ള ഒരു സമുദായമാണ് എന്ന് അടയാളപ്പെടുത്തുന്ന കേന്ദ്രം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കഅബ എന്ന് പറയുന്നത്. അപ്പൊ കഅബ മുസ്ലിം ഉമ്മത്തിന്റെ യൂണിറ്റിയുടെ, ഐക്യത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ ഉമ്മത്ത് ലോകത്ത് പ്രതിനിധീകരിക്കേണ്ടത്, ലോകത്ത് പ്രബോധനം ചെയ്യേണ്ടത് ഉമ്മത്തിന്റെ ഐക്യം തന്നെയാണ്. പരസ്പരം വിഘടിക്കാതെ, ശത്രുക്കളാവാതെ, പരസ്പരം തെറിവിളിക്കാതെ, പരസ്പരം ആക്ഷേപിക്കാതെ, പരിഹസിക്കാതെ, ബഹിഷ്കരണങ്ങൾ നടത്താതെ ഇതൊരു ഉമ്മത്താണ് എന്ന കോൺസെപ്റ്റിൽ ജീവിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതില്ലാതെ ഒരു കാലത്തും ഈ ഉമ്മത്ത് നിലനിന്നിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവര് വലിയ ഐക്യത്തിന്റെ വാഹകരാവണം എന്നതാണ് ഹറം ലോകത്തിന് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയണം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ല കൂഫയിലെ ഒരു പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അന്ന് ഈ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫജറിൽ സലാത്തുൽ ഫജർ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്താണ്. പക്ഷെ അന്ന് ഖുനൂത്ത് അദ്ദേഹം ഓതിയില്ല. ഖുനൂത്ത് ഇല്ലാതെയാണ് സുബഹി നമസ്കരിച്ചത്. അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ ഇമാം അബൂ ഹനീഫയുടെ ഖബറുണ്ട്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ കറാഹത്താണ്, ഓതാൻ പാടില്ല. ആ ആദരസൂചകമായിട്ടാണ് ഞാൻ ഇന്നത്തെ സുബഹിയുടെ നമസ്കാരത്തിൽ ഖുനൂത്ത് ഒഴിവാക്കിയത് എന്നാണ് ഇമാം ഷാഫിഈ പറഞ്ഞത്. നമ്മളാണെങ്കിൽ ആ ഒരു വിഷയം തന്നെ മതി നമുക്ക് ഖണ്ഡനമണ്ഡനങ്ങൾ നടത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഐക്യത്തെ പ്രതിനിധീകരിക്കുക, ഐക്യത്തിന് കോട്ടം തട്ടുന്ന നിലപാടുകൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജാണ്. കഅബ അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, ഹറം അതിൻ്റെ ഒരു പ്രതിഫലനമാണ്.